ഹലോ, എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലായിടവും മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വെച്ച സാധനങ്ങളാണ്. ഇന്നാണ് അത് എടുത്ത് നോക്കുന്നത്. തേങ്ങയും ഉരുളൻകിഴങ്ങ്, വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇന്നലെ വാങ്ങിയിട്ട് വന്നത്. അങ്ങനെ രാവിലെ അടുക്കളപ്പണിയൊക്കെ തുടങ്ങി. ചോറൊക്കെ അടുപ്പിൽ ഏകദേശം വേവറായി. ഞാൻ രാവിലെ കിഴങ്ങ് കറി വയ്ക്കാനായിട്ട് കിഴങ്ങ് ചെത്തുന്നതാണ്. ഇന്നത്തെ ചെറിയ ചെറിയ വീട്ടുവിശേഷങ്ങളും മുകളിലത്തെ കുറച്ച് പണികളുണ്ട്. അതും കൂടെ ഒന്ന് കാണാം. എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും സുഖമായിരിക്കണമെന്നൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ ഞാൻ അരിയൊക്കെ വേവാറായി കേട്ടോ. ജോലിയൊക്കെ ഏകദേശം കഴിയാറായി. ഇന്ന് ഞാൻ മെഴുക്ക് പുരട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കുറേ മടി പിടിച്ച ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ കറി വയ്ക്കാൻ വയ്യ, വേറെ വലിയ കറികളൊന്നും വയ്ക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു ചെറിയ പുളിങ്കറി, വാഴയ്ക്ക ഒഴുക്ക് വരട്ട്, വാഴയ്ക്കയല്ല വഴുതലങ്ങ ഒഴുക്ക് വരട്ട്, പിന്നെ പുളിങ്കറിയാണ് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് വാളമീൻ ഫ്രൈ ആണ്. മീൻ ഇന്നിപ്പം കിട്ടിയിട്ടില്ല. ഇന്നലെ മീൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഇപ്പം മീനൊന്നും വലുതായിട്ട് ആരും ഒന്നും കൊണ്ടുവരണില്ല. ഇത് മെഴുക്ക് പുരട്ട് മാറ്റി ഇനി അതിലോട്ടൊരു രസം തിളപ്പിക്കാമെന്ന് കരുതി. ഇന്ന് താമസിച്ചാണ് മീൻ കിട്ടിയത്. അതുകൊണ്ട് രസം വച്ചു, വഴുതലങ്ങ മെഴുക്ക് പുരട്ടുണ്ടാക്കി, കിഴങ്ങ് കറി ഉണ്ടാക്കി, ദോശയ്ക്കുള്ള ഇങ്ങനെയുള്ള ജോലികളൊക്കെ ആയി. ഇനി ഞാൻ മീനൊരു കുറച്ച് കഴിയുമ്പം അവിടെ ഒരു മീൻകാരൻ വരും. അങ്ങനെ പോയി മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മീൻ വാങ്ങിക്കാൻ പോണതാണ്. അപ്പുറത്ത് തന്നെയാണ് കൊണ്ടുവരണത്. അങ്ങനെ മീൻ വാങ്ങിച്ചു. മീനൊക്കെ വളരെ കുറവാണ്. നമുക്ക് കുറച്ച് മീൻ മതി. എന്നാലും ഞാൻ വാങ്ങിക്കുമ്പോൾ 2 ദിവസത്തേക്കൊക്കെ കണക്കാക്കി വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചു. എൻ്റെ ഇഷ്ട സാധനമാണ് ഈ വാള. പല സ്ഥലങ്ങളിൽ പാമ്പാട എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാള. പിന്നെ കൊഴിയാള, ചെറിയ കൊഴിയാള. ഇതിൽ വലുതൊന്നും അവിടെ ഇല്ല. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ വാള കറി വയ്ക്കാൻ നിന്നില്ല. വാളയൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വാളയ്ക്കായതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടും. അല്ലെങ്കിൽ വാളയ്ക്ക് മുളക് പൊടിയുടെ കൂടെ മല്ലിപ്പൊടി ഇട്ടാലേ ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ താഴെ ജോലികളൊക്കെ തീർത്തതിന് ശേഷം മുകളിൽ മഴയൊക്കെ പോയത് കുറേ ഇങ്ങനെ അവിടെ മുകളിൽ ആത്തിയും ഇരയും പിന്നെ പേര, മാവ്, ഇരുമ്പം പുളി ഇതിൻ്റെയൊക്കെ ഇലകൾ വീഴും. അതൊക്കെ ഒന്ന് തൂത്തുവാരാമെന്ന് ചോദിച്ചു. എല്ലാം മഴയൊക്കെ പോയത് ഒരു കോളമായി കിടന്നു. അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് തൂത്തുവാരി, ഒന്ന് മഴ തോർന്ന് നിൽക്കുന്ന സമയങ്ങളിൽ ഈ സമയങ്ങളിൽ നമുക്കിവിടെ കയറി ഇതൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ അങ്ങനെ കയറി ഇതെല്ലാം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ തൂത്ത് വാരണത് കണ്ട ആത്തി കാച്ച് നിൽക്കുകയാണ്. ഞാൻ ആത്തിയുടെ അടിയിൽ കയറി നിന്നു. നല്ല രസമുണ്ട്. വീടിൻ്റെ പരിസരമാണ് ഇതൊക്കെ. ഇതാണ് ക്ഷേത്രം. ആ കാണുന്നതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോണത്. ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. അത്രയേ ഉള്ളൂ. കാണുന്നതാണ് സ്കൂള്. ഇവിടെ നിന്നൊരു 2 വീട് കഴിഞ്ഞ സ്കൂളാണ്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ സൈഡ് ഭാഗങ്ങളിലാണ് വാഴ, ഇരുമ്പം പുളി ഇതെല്ലാം ഉണ്ട്. ആത്തിയുണ്ട്, പേരയുണ്ട്. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തു. ഇന്നത്തെ ഉച്ച ഊണിന് മീൻ ഫ്രൈ, മെഴുക്ക് പുരട്ട്, മുട്ട പൊരിച്ചത്, ചെറിയ ഒരു പുളിങ്കറി. രസമല്ല കേട്ടോ, പുളി പിഴിഞ്ഞതാണ്. അതൊക്കെ കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാൻ അപ്പുറത്തെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അമ്മയെ കണ്ട് പരാതികളൊക്കെ പറയാനുണ്ട്. അങ്ങനെ പോയിട്ട് ഉടനെ തന്നെ വന്നു. അടുത്ത് തന്നെയാണ് ക്ഷേത്രം. എപ്പോഴും കാണാം അമ്മയെ. അങ്ങനെ വൈകുന്നേരം ഇന്ന് ഗോതമ്പ് ദോശയാണ്. അങ്ങനെ ഗോതമ്പ് ദോശ ഉടനെ രാത്രിത്തേക്ക് ഇന്നത്തെ അത്താഴം ഗോതമ്പ് ദോശയാണ്. അങ്ങനെ ഗോതമ്പ് ദോശയും കിഴങ്ങും മുട്ടയൊക്കെ കൂടി കറി വെച്ചതാണ്. ആ കറിയുമാണ്. താങ്ക് യു.